ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിഡൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് അരിയോ ഉഴുന്നോ അങ്ങനെയൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ നിൽക്കണം. നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടൈപ്പ് ചീര എടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഇതിനകത്ത് തേങ്ങയൊക്കെ വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉടനെ ചുട്ടെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലൊരു ശകലം നെയ്യോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്ന് തൂക്കി കൊടുക്കണം. അപ്പോൾ ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കൂടുതലൊന്നും വേണ്ട, ഒരു ശകലം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പാൻ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാനൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം.
ചെറിയ ഹോൾസൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒഴിച്ചില്ലെങ്കിലും ഹെൽത്തി ആയിട്ടൊക്കെ വേണ്ടവർക്ക് എണ്ണയൊക്കെ കുറച്ച് മതി എന്നുള്ളവർക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ ലോയിലാക്കിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാൽ അതൊന്നും വേവത്തുമില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. വീണ്ടും 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ നമുക്ക് പാനിനകത്ത് ഓയിൽ ഒഴിക്കണമെന്നില്ല. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കല്പം ഓയിൽ തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് എടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് അരിമാവോ ഉഴുന്നുമാവോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ തലേന്നേ അരിയൊന്നും കുതിർത്ത് വെക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകം കറിയൊന്നും ഇതിൻ്റെ കൂടെ വേണമെന്നില്ല. അപ്പം കറി നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാവുന്നതാണ്.